വായിക്കാം. ഫിലിപ്പിയർ 2:5 ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. Your attitude should be the same of that of Christ. അതെ, ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. കടലേ, നീ ഒരു കരയായിരുന്നെങ്കിൽ നിന്നെ ഞാൻ പിടിച്ചടക്കുമായിരുന്നു എന്ന് ധീരതയോടെ പറഞ്ഞ അലക്സാണ്ടർ ചക്രവർത്തി. ഒരിക്കൽ അദ്ദേഹം നടന്നു പോകുമ്പോൾ ഒരു വെറുതെ ഇരിക്കുന്ന മടിയനായ ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹം ചോദിച്ചു, താങ്കളുടെ പേരെന്താ? അപ്പോൾ പറഞ്ഞു, അലക്സാണ്ടർ. ഒന്നിൽ നിന്റെ പേര് മാറ്റ, അല്ലെങ്കിൽ നിന്റെ സ്വഭാവം മാറ്റ. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലെ, ക്രിസ്ത്യാനികളായ നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ്. ക്രിസ്തുവിന്റെ സ്വഭാവം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ സ്വഭാവം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്താണ് ക്രിസ്തുവിലുള്ള ഭാവം? അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതെ, പിതാവിനെ അനുസരിക്കുന്ന മകൻ ഉയരത്തിൽ നിന്ന് താഴേക്ക് വന്ന യേശുവിന്റെ ഭാവം അത് തന്നെ നമ്മൾക്ക് ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശു പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്നോട് ചേർന്ന് എന്റെ മുഖമേറ്റ് പഠിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. അതെ, സൗമ്യതയുള്ള യേശുവിന്റെ ഭാവം, താഴ്മയുള്ള യേശുവിന്റെ ഭാവം അത് തന്നെ നമ്മൾക്ക് ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ യേശു എരികോവിൽ കൂടി നടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും നീളം കുറഞ്ഞവരുമായ യേശുവിനെ കാണുവാൻ ആഗ്രഹമുണ്ടായി. അവൻ മുമ്പോട്ടോടി ഒരു കാട്ടുമേൽ കയറി. യേശു ആ സ്ഥലത്തെത്തിയപ്പോൾ മുകളിലേക്ക് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടാവുന്നെന്ന് പറഞ്ഞു. സക്കായി ബന്ധപ്പെട്ടിറങ്ങി വന്നാൽ അവനെ കൈകൊണ്ടു. കണ്ടെന്ന പരീക്ഷമാർ, ഇവൻ പാപിയായ മനുഷ്യന്റെ കൂടെ പാർക്കുവാൻ പോകുന്നെന്ന് പറഞ്ഞ് വെറുതെടുത്തു. യേശു അവരുടെ പിറുവിറുപ്പിനെ അവഗണിച്ച് പാപിയായ മനുഷ്യനെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശു പറയുന്നു, ദീനക്കാർക്കല്ല സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ ആവശ്യമില്ല, നീതിമാന്മാരെ അല്ല പാപികളെ എന്നെ പാരസാന്ത്യത്തിന് വിളിക്കാൻ വന്നിരിക്കുന്നത്. അതെ, പാപിയെ സ്നേഹിക്കുന്ന യേശുവിന്റെ ഭാവം അത് തന്നെ നമ്മൾക്കും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വലയും പടകും വിട്ട് യേശുവിനെ അനുഗമിച്ച പത്രോസ് പ്രതികൂല നിമിഷത്തിൽ കടന്നു വന്ന പാത ഉപേക്ഷിച്ച വലയും പടവും എടുത്ത് കൂട്ടുകാരുമൊത്ത് മീൻ പിടിക്കാൻ പോയി. യേശു പോയവൻ പോകട്ടെ എന്ന് കരുതാതെ തിബേരിയാസ് കടൽക്കരയിൽ കനലിൽ ചുട്ട അപ്പോൾ മീനുമായി അത്താഴമൊരുക്കി മടങ്ങി വരുന്ന പത്രോസിനെ കാത്തിരുന്ന കുഞ്ഞാടുകളെ മേയ്ക്കെന്ന് പറഞ്ഞ് ദൗത്യം ഏൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശു പറയുന്നു, നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ 70 വട്ടം ക്ഷമിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. അതെ, ക്ഷമിക്കുന്ന യേശുവിന്റെ ഭാവം അത് തന്നെ നമ്മൾക്കും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു സഭത്തിൽ യേശു തന്റെ ശിഷ്യന്മാരും കൂടി വിളഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർക്ക് വിശന്നിട്ട് ഒരു കതിർ പറിച്ചിരുന്നു. കണ്ടെന്ന പരീക്ഷമാർ, ഇവർ ശവത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തി. യേശു അവരുടെ വിസ പറഞ്ഞ് അവരോട് മനസ്സല്ലോ. പ്രൈസ് ദി ലോർഡ്. യേശു പറയുന്നു, യാഗത്തിലല്ല കരുണയിലത്രേ നാം പ്രസാദിക്കുന്ന. അത് കരുണയുള്ള യേശുവിന്റെ ഭാവം അത് തന്നെ നമ്മൾക്ക് ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അത് തന്നെ നമ്മൾക്ക് ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ യേശു ദേവാലയത്തിൽ ചെന്നപ്പോൾ വിൽക്കുന്നവരെ വാങ്ങുന്നവരെ കണ്ടപ്പോൾ അവന്റെ ഉള്ളം വേദനിച്ചു. അവനൊരു കയർ ചാട്ടവാറൊക്കെ അവനെ അടിക്കുന്നു. യേശു പറയുന്നു, എന്റെ ആലയം കളമാലിന് ഗുഹയാക്കി തീർക്കരുത്. അനീതിക്കെതിരെ പോരാടുന്ന യേശുവിന്റെ ഭാവം അത് തന്നെ നമ്മൾക്കും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായ യൂദാ ഇസ്കറിയോത്ത യേശുവിനെ പടിയാളിൽ കൊത്തിക്കൊടുക്കുമ്പോൾ യേശു ചോദിക്കുകയാണ്, സ്നേഹിത, ചുമരം കൊണ്ട് നീ എന്നെ ഒറ്റിക്കൊടുക്കുന്നത് ശത്രുവിനെ സ്നേഹിപ്പീൻ.